ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോൾ അവിടെ പാതിരാക്കോഴി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചു. ഈ പാതിരാക്കോഴി എന്ന് പറയുമ്പോൾ പാതിരാത്രി മാത്രമല്ല ഈ ഹോട്ടലുള്ളത്, പകലുമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മന്തിയും അൽഫഹം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയി കഴിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഫിഷ് ഫിംഗറാണ്. ഇത് വിരലിനകത്ത് മുക്കി വറുത്ത എന്തൊരു സാധനം പോലെ മീൻ അരച്ചിട്ട് നമ്മൾ വിരലിനകത്ത് മുക്കി എണ്ണയ്ക്കകത്ത് വറുത്ത സാധനം പോലെ ഇരിക്കുമെങ്കിലും അതൊന്നുമല്ല, നമ്മുടെ നഗറ്റ്സ് പോലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കൻ കോൺ സൂപ്പാണ് കഴിച്ചത്. ചിക്കൻ കോൺ സൂപ്പ് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ കുടിച്ചില്ല, എനിക്ക് ഈ സൂപ്പ് ഇഷ്ടമല്ല. ബാക്കി എല്ലാവരും സൂപ്പ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീഫ് റിബ് മന്തി കഴിച്ച്. അത് നല്ല അടിപൊളിയായിരുന്നു ബീഫ് റിബ് മന്തി. നമ്മൾ കായംകുളത്തെ അൽനാസ് മന്തി ഉണ്ട് കായംകുളത്ത്, അതിനേക്കാളും അടിപൊളിയായിരുന്നു ഈ റിബ് മന്തി. അൽനാസ് മന്തി കൊള്ളത്തില്ലെന്നല്ല, അത് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മസാല ഷവായ ഓർഡർ ചെയ്തു. മസാല ഷവായയും നോർമലായിട്ടുള്ള ഷവായയും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നോർമൽ അൽഫഹാം കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ അൽഫഹാം സൂപ്പറായിരുന്നു. അതേപോലെ തന്നെ ഷവായയും അടിപൊളിയായിരുന്നു, മസാല ഷവായയും അടിപൊളിയായിരുന്നു. ഇപ്പോൾ അൽഫാമിൻ്റെ കൂടെ രണ്ട് ഇപ്പോൾ ആ മയണൈസിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അതേപോലെ തന്നെ മസാല ഷവായയും അടിപൊളിയായിരുന്നു. അതിൻ്റെ മസാലയും ഒക്കെ നല്ല ടേസ്റ്റി മസാലയായിരുന്നു. അതുപോലെ നല്ല സോഫ്റ്റ് ചിക്കനാണ്, ചിക്കൻ കരിഞ്ഞൊന്നും പോയിട്ടില്ല. സത്യത്തിൽ എനിക്ക് ഈ മസാല ഷവായ അത്ര ഇഷ്ടമല്ല, പക്ഷേ ഈ മസാല ഷവായ ഇഷ്ടപ്പെട്ടു. ഷവായയും അൽഫാമൊക്കെ ഒരുപാട് മസാലയില്ലാതെ നോർമലായിട്ട് നമ്മൾ സൗദിയിലൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ മസാല ഷവായ ടേസ്റ്റിയായിരുന്നു. അതേപോലെ തന്നെ ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത നോർമൽ ഷവായ. അപ്പോൾ നോർമൽ ഷവായയും അതിൻ്റെ മസാലയും നല്ല, അതിങ്ങനെ നമ്മുടെ ആ ചുവപ്പ് കളറിലുള്ള മയണൈസിൽ മുക്കി കഴിക്കാൻ